ഇലക്ട്രിസിറ്റി നഷ്ടമായതിനെ തുടർന്ന് ഹല്ലേലൂയ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്ന സന്ദേശത്തിൽ ഇലക്ട്രിസിറ്റി നഷ്ടമായി പോയതുകൊണ്ട് തുടരുവാൻ കഴിഞ്ഞില്ല. എങ്കിലും ഇനി ആ മുഖത്തിലേക്കോ മുഖവര പറഞ്ഞ സമയം കളയുവാൻ തക്കവണ്ണം ഒരിക്കലും താല്പര്യപ്പെടാതെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുക്കാനിടയായി തീർന്ന ദൈവവചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ്. 18-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുന്നു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിൽ എത്തി. ഒരിക്കൽ കൂടെ വായിക്കുന്നു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രികാലം ദൈവവചനം ശ്രവിക്കുവാൻ മനസ്സോടെ കടന്നു വരുന്ന ഏതെല്ലാം ജീവിതങ്ങളുണ്ടോ അവരെല്ലാം ഓർത്തിത്തരണത്തിൽ കർത്താവിന് സ്തോത്രം ചെയ്യും. ആമേൻ ഹല്ലേലൂയ തുടങ്ങി വെച്ച ഭാഗം ക്ഷണിക്കപ്പെട്ട എല്ലാ അവസ്ഥകളും മാറിപ്പോയതുകൊണ്ട് സന്തോഷത്തോടെ താല്പര്യത്തോടെ കടന്നു വരുന്ന ഏതൊരു വ്യക്തിയായിരുന്നാലും സ്വർഗം അവരോട് കരുണ തോന്നി അവരുടെ വിഷയങ്ങളുടെ നടുവിൽ നിന്ന് അവരുടെ വേദനകളും ഭാരങ്ങളും കഷ്ടങ്ങളുമെല്ലാം അകറ്റുന്ന ഒരു നല്ല സന്ധ്യയുടെ യാമമായി മാറട്ടെ, രാത്രിയായി തീരട്ടെ. നിശ്ചയമായിട്ടും അങ്ങയ്ക്ക് മറുപടി തരുവാൻ ശക്തിയുള്ളത് കൊണ്ടും ഇതിൻ്റെ ശക്തിയുടെ കാലം ഈ വിഷയത്തിന് മേൽ ജനത്തിന് മേൽ തൊട്ട് അവരെ വിടുവിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. നാഥൻ്റെ കരവും കൃപയും കാവലും ശക്തിയും സാന്നിധ്യമുണ്ടാകട്ടെ. ദയക്കുള്ളിൽ മറക്കണം, കൃപയ്ക്കുള്ളിൽ മറക്കണം, പ്രത്യാശ നൽകി മാനിക്കണം. പരിശുദ്ധാത്മാവെ ഏഴയാകുന്ന അടിയനെയും ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിറച്ചും കൊണ്ട് അവിടുത്തെ വചനം ഘോഷിപ്പാൻ എളിയവനെ ശക്തരാക്കി തീർക്കേണ്ടതിന് അരമരക്ഷകൻ്റെ പൊന്നുകരത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ അടുത്തു വരുന്നു. ദൂതന്മാരുടെ കാവൽ തന്നിരിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 18-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് ഈ വാക്യം വായിക്കുവാൻ കർത്താവ് കൃപ ചെയ്തത്. ആ സങ്കീർത്തനത്തെക്കുറിച്ച് അതിൻ്റെ ശീർഷകത്തിൽ സംഗീത പ്രമാണിക്ക് യഹോവയുടെ ദാസനായ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്ന് അവിടെ കാണുവാനിടയായി തീർന്നിട്ടുണ്ട്. ആമീൻ. ഹല്ലേലൂയ. യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് ദാവീദ് ഈ സങ്കീർത്തനം അതിൻ്റെ വാക്യങ്ങൾ യഹോവയ്ക്ക് പാടി എന്നവിടെ കാണാം. ശൗലിൻ്റെ കയ്യിൽ നിന്നും സകല ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ആമേൻ വിടുവിച്ച ആ ദൈവത്തിന് വേണ്ടി ഇതിലെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് താൻ പാടിയതായി കാണുവാനിടയായിത്തീരുന്നുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വന്തം ജനത്തെ വിടുവിക്കുന്ന ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതായിട്ട് ഇവിടെ കാണാം. സ്വന്തം ജനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജനം. ആമേൻ. ദാവീദ് പറയുമ്പോൾ ആമേൻ ദാവീദിനോട് ബന്ധമുള്ളവരെല്ലാം ആമേൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന അവൻ്റെ മക്കളെ ഉദ്ദേശിച്ച് പറയുമ്പോൾ സ്വന്തം ജനം അവൻ ഏത് നിലകളിൽ വന്നിരുന്നാലും അവൻ്റെ വിടുതൽ ദാവീദ് ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തിരിക്കുന്നതെന്ന് കാണുവാനിടയായിത്തീരും. ഇവിടെ അവൻ്റെ കഷ്ടതയിൽ ആമേൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. നാമും കഷ്ടങ്ങളും ഭാരങ്ങളും വേദനകളും കണ്ണുനീരൊക്കെ വരുമ്പോൾ ആമേൻ ലോകത്തിൽ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവമേ അല്ലെങ്കിൽ യേശുവേ കർത്താവേ എൻ്റെ കണ്ണുനീര് മാറ്റണമേ, വേദന മാറ്റണമേ, കഷ്ടങ്ങൾ വിടുവിക്കണമേ എന്നൊക്കെ നാം പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രാർത്ഥിക്കുക മാത്രമല്ല, നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ട് നമ്മുടെ കർത്താവ് നിശ്ചയമായിട്ടും മറുപടി നൽകുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആമേൻ. അനേക ജീവിതങ്ങൾക്ക് തങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയതിനെക്കുറിച്ച് പലപ്പോഴും ഇങ്ങനെ വിളിച്ചു പറയാറുണ്ട്. ദൈവത്തിൻ്റെ ദാസനെ ആമേൻ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. ഈ സന്ധ്യയുടെ ആപത്തിലൊരു പിതാവ് ഇങ്ങനെ വിളിച്ചിട്ട് പറയാനിടയായി തീർന്നു, അപ്പച്ച ആമേൻ ഹാലലുയ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിശപ്പില്ലാത്തതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അപ്പച്ചൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവത്തിന് സ്തോത്രം, ഹാലലുയ. എന്നാൽ ഇപ്പോഴെനിക്ക് വിശപ്പ് കൂടുതലാണ്, പക്ഷേ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അന്ന് വിശപ്പില്ലാഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഇന്നിപ്പോൾ വിശപ്പ് കൂടുതലുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. പ്രോത്സാഹിച്ചുകാർ ചെറിയാനും കണ്ടുകൊണ്ടിരിക്കുന്നു. വളരെ നന്ദിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏതെല്ലാം കഷ്ടങ്ങൾ വന്നോട്ടെ, ഭാരങ്ങൾ വന്നോട്ടെ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ വന്നോട്ടെ, അതിൻ്റെയൊക്കെ നടുവിൽ നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവൻ നമ്മെ ബലപ്പെടുത്തുക തന്നെ ചെയ്യും. ചില പ്രതിസന്ധികൾക്കൊക്കെ നടുവിൽ വരുമ്പോൾ പലരും അയ്യോ ഞാൻ ദൈവത്തെ വിളിച്ചിട്ട് ഒരു മറുപടിയും കിട്ടിയില്ല എന്ന നിരാശയുടെ വാക്കുകൾ കേൾക്കുവാനിടയായിത്തീരും. ആമേൻ ഹാലലുയ. ഇന്ന് പകൽ ഞങ്ങൾ ഇതുപോലെ മറ്റൊരു ദൈവദാസനുമായി ചില വിഷയങ്ങളുടെ മുമ്പിൽ ആമേൻ രാവിലെ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ പ്രാർത്ഥിക്കാനിടയായി. നാളെയും വെള്ളിയാഴ്ചയും അങ്ങനെ തന്നെ പ്രാർത്ഥന ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുക. മറ്റാരുമില്ല, ഞാനും ആ ദൈവദാസനും മാത്രം. അപ്പോൾ ഹല്ലേലൂയ, ഞാനിങ്ങനെ മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3:16 ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. പലപ്പോഴും എല്ലാവരുടെയും ധാരണ യഹോവയുടെ ഭക്തന്മാർ ഒരു വിഷയത്തെക്കുറിച്ച് ദൈവത്തോട് പറഞ്ഞ് യഹോവയെ രക്ഷിക്കണമേ, യേശുവേ മറുപടി തരണമേ, ഇപ്പോഴെനിക്ക് എന്നെ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഉടനെ മറുപടി കിട്ടുമെന്നെല്ലാം നമുക്ക് വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ട്. ഒരു പക്ഷേ കിട്ടിയില്ലെങ്കിൽ നാം നിരാശരായിത്തീരും. അതല്ല, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടിട്ടുണ്ട്, കേൾക്കാതിരുന്നില്ല. കേൾക്കുന്നവനാണ്, കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്യാം. മറുപടി കിട്ടാൻ അല്പം താമസിക്കുമ്പോഴാണ് നാം നിരാശരായി മാറുന്നത്. ഇവിടെ നിരാശരായി മാറാനല്ല, ദൈവത്തിൻ്റെ മറുപടിയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും എല്ലാം ദൈവത്തിനൊരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നടക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം, യോസഫിൻ്റെ ജീവിതം നോക്ക്. കാരാഗ്രഹത്തിൽ പിടിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കഷ്ടതയുടെ ഒരനുഭവം വന്നു കഴിഞ്ഞപ്പോൾ പൊട്ടക്കടലിലിട്ടു സഹോദരന്മാരായിട്ടത്. അവിടുന്ന് കൊന്നുകളയാമെന്ന് വിചാരിച്ചത് നടന്നില്ല. അവിടുന്ന് കയറ്റി മിസ്രൈമിലേക്ക് പോകുന്ന കച്ചവടക്കാരുടെ പക്കൽ ഒരു അടിമയാക്കി ഏൽപ്പിച്ചു. ദൈവം അടിമയാക്കാനല്ല ഉദ്ദേശിച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പൊത്തിഫാറിൻ്റെ ഭവനത്തിൽ കാര്യസ്ഥനാക്കി മാറ്റി. പൊത്തിഫാറിൻ്റെ ഭാര്യ അവൻ്റെ വിശ്വാസത്തെ ത്യജിച്ചു കളയത്തക്കവത്തിൽ തകർത്ത് കളയാൻ നോക്കി. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന താൻ അശുദ്ധിക്ക് ചുമല് കൊടുക്കുവാൻ മനസ്സ് വയ്ക്കാതെ വിശുദ്ധിക്ക് വേണ്ടി നിന്നതുകൊണ്ട് കാരാഗ്രഹത്തിൽ അകപ്പെടാനിടയായി തീർന്നു. അതുകൊണ്ട് യോസഫ് ഒരിക്കലും ക്ഷീണിച്ചു പോയില്ല. താൻ അവിടെ ഇരുന്നെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരവസരമുണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് താൻ പ്രാർത്ഥനയോടെ ആയിരുന്നതറിയാം. ആ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി കൊടുക്കാതിരുന്നില്ല. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഹല്ലേലൂയ, നമുക്കറിയാവുന്ന കാര്യമാണ്. ആ കാലഘട്ടത്തിൽ രാജസന്നിധിയിൽ നിന്ന് 2 പേരെ അന്നവിടെ പൊത്തിഫാറിൻ്റെ ഭവനത്തിലുള്ളതായ കാരാഗ്രഹത്തിൽ അടയ്ക്കുവാൻ കൊണ്ടുവന്നിരുന്നു. യോസഫിൻ്റെ അടുക്കിലേക്ക് അവരെ കൊണ്ടുവന്നു. ഒരുത്തൻ അപ്പക്കാരുടെ പ്രമാണിയായിരുന്നു, ഒരുത്തൻ പാനപാത്രവാഹകനായിരുന്നു. ദൈവത്തിന് സ്തോത്രം, അവർ 2 പേരും അവിടെ വന്നു. എങ്കിലും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 2 പേരും ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുവാനിടയായി തീർന്നു. അപ്പക്കാരൻ്റെ പ്രമാണിയോട് പറഞ്ഞത്, ഇന്ന് തന്നെ നിൻ്റെ കടച്ഛേദം ചെയ്യും. മറ്റവരോട് പറഞ്ഞില്ല, നിനക്ക് ആ സ്ഥാനത്ത് തന്നെ തുടരാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ആ കണ്ട ദർശനവും അവർ കണ്ട ദർശനവും അവർ കണ്ട വെളിപ്പാടിനെയും വർണ്ണിക്കുവാൻ വിവരിക്കുവാൻ ആരെക്കൊണ്ടും സാധിക്കാതിരിക്കുമ്പോൾ ഹല്ലേലൂയ, യോസഫ് അത് വിവരിച്ചു പറഞ്ഞു. ഫറവോൻ്റെ കൊട്ടാരത്തിൽ അന്ന് പ്രൈസ് ദി ലോർഡ് സ്തോത്രം, ഫറവോനൊരു ദർശനം കണ്ടിട്ട് അത് വിവരിക്കുവാൻ അന്നത്തെ ശക്തന്മാരായിരിക്കുന്നവർക്ക് ആർക്കും സാധിച്ചില്ല. മന്ത്രവാദികൾക്ക് സാധിച്ചില്ല, വിചാരകന്മാർക്ക് സാധിച്ചില്ല. അതേപോലെ തന്നെ അവിടെയുള്ള ആർക്കും തന്നെ സാധിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഭാരപ്പെടേണ്ട കാര്യമില്ല. എന്നോട് കൂടെ ഉണ്ടായിരുന്ന ഒരുവനുണ്ട്. പാനപാത്രവാഹകൻ പറയുന്നു,
അവൻ ജയിലിൽ കിടപ്പെട്ട് കാരാഗ്രഹത്തിലുണ്ട്. അവൻ സ്വപ്നങ്ങളെയും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥങ്ങളെ വ്യാഖ്യാനിച്ച് പറയുവാൻ പ്രാപ്തനാണെന്ന് പറഞ്ഞു. അങ്ങനെ പൊത്തിഫാറിൻ്റെ കാരാഗ്രഹത്തിൽ കിടക്കുന്നവനെ വിളിച്ചു കൊണ്ടുവന്ന് അവൻ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ച് അവനെ ഹല്ലേലൂയ ചെരിപ്പിടിപ്പിച്ച് മോതിരമണിയിച്ച് അവൻ അരയ്ക്ക് ഇടാൻ ബെൽറ്റ് കൊടുത്ത് അങ്ങനെ രാജസന്നിധിയിലേക്ക് കൊണ്ടുവന്നു. രാജാവ് കണ്ട സ്വപ്നം മറ്റാർക്കും വിവരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ തന്നെ കൊണ്ട് അത് സാധ്യമാക്കി മാറ്റിയ ദൈവത്തിൻ്റെ പ്രവൃത്തി. പ്രിയമുള്ളവരെ, ഇന്ന് ഒരു കഷ്ടങ്ങൾ വരട്ടെ, ഏത് കഷ്ടമായിരുന്നാലും അതിൻ്റെ നടുവിൽ നിനക്ക് വേണ്ടി ഒരു മറുപടിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ചോദിച്ച ഉടനെ തന്നില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടാനല്ല. ആമേൻ, നിന്റെ നിരാശയെ പ്രത്യാശയാക്കി മാറ്റുന്ന നാളെ നോക്കിക്കൊണ്ട് നീ പാർക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവം ഒരു നല്ല അനുഭവത്തെ ഒരുക്കി തരുവാൻ അവൻ മതിയായവനാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. ആമേൻ. കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചെന്ന ദാവീദ് പാടിയത്. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. ദാവീദിന് വേണമെങ്കിൽ അപ്പനോട് നിലവിളിക്കാം, അമ്മയോട് നിലവിളിക്കാം, സ്നേഹിതന്മാർ സഹോദരന്മാരോട് നിലവിളിക്കാം. ആമേൻ. ഇവിടെ അവരെ കൊണ്ടൊന്നും സാധിക്കത്തില്ല. ശൗലിൻ്റെ കയ്യിൽ നിന്നും മറ്റ് ശത്രുക്കളുടെ കയ്യിൽ നിന്നെല്ലാം വിടുവിച്ച ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് ദാവീദ് ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിച്ച് പാടിയ ഒരു പാട്ടിൽ നിന്നാണ് ഇങ്ങനൊരു വേദവാക്യം ഉദ്ധരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. എൻ്റെ ദൈവത്തോട് നിലവിളിച്ച് ഞാൻ തൻ്റെ മന്ദിരത്തിൽ നിന്നും എൻ്റെ അപേക്ഷ കേട്ടു എന്നാ പറഞ്ഞത്. ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന്. അവൻ തൻ്റെ ഭക്തന്മാരുടെ നിലവിളിക്ക് ചാതോർത്തിരിക്കുന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ദൈവം, യഹോവയാകുന്ന ദൈവം. ഇന്ന് പകൽ രാത്രികാലം എന്നെ കേൾക്കുന്നവരെ, നീ എവിടെ നിന്ന് നിലവിളിച്ചിരുന്നാലും അവിടെ എല്ലാം ഇറങ്ങി വരുന്നവനാ. കാരാഗ്രഹത്തിൻ്റെ ഇരുട്ടറയിലായിക്കൊള്ളട്ടെ, കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ടവനായിക്കൊള്ളട്ടെ, ഇരുമ്പ് പേടകത്തിനുള്ളിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്നവനാകട്ടെ, അവൻ നീ ഭക്തനാണോ, നിന്റെ നിലവിളിയുടെ ശബ്ദം അവൻ്റെ കാതുകളിൽ മുഴങ്ങും. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. സാഹചര്യങ്ങളെ അനുസരിച്ച നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ചന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവരൊരു കഷ്ടങ്ങളുടെ നടുവിലേക്ക് വന്നു. ഒരു ദിവസം രാജകൽപ്പന വിരോധമായി വന്നിരിക്കുന്നത് അവർ കേട്ടു. അവരെന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. വിദ്വാൻമാരും മറ്റും ചെന്നിട്ട് രാജാവ് പറഞ്ഞതായ സ്വപ്നത്തെ വിവരിക്കുവാൻ സാധിച്ചില്ല. സ്വപ്നം എന്താണെന്ന് പറയാൻ സാധിച്ചില്ല. അവരെല്ലാം പറഞ്ഞത്, രാജാവ് സ്വപ്നം പറയാം, ഞങ്ങൾ വ്യാഖ്യാനം പറയാം. രാജാവ് അത് മറന്നുപോയി. ഹല്ലേലൂയ, ദൈവത്തിന് ഈ മറവി വിദ്വാൻമാർക്ക് കഴിയാത്തത്, ആമേൻ, സ്തോത്രം, അവർക്ക് വെളിപ്പെടുത്തുവാൻ കഴിയാത്തത്, അവർക്ക് വെളിപ്പെടുത്താത്തത് വെളിപ്പെട്ട് വരുന്ന ചില ഭക്തന്മാർ ആ കാലഘട്ടത്തിൽ ഹല്ലേലൂയ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ സത്യം. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അന്നത്തെ രാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് ഇത് പറയുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നാളെ ഇന്ന് സംഭവിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ വെളിപ്പെടുത്തിയില്ലെങ്കിൽ എല്ലാവരുടെയും എല്ലാവരെയും കൊന്നുകളയുമെന്ന് പറയാനിടയായിട്ട് ഭക്തന്മാർ അവർ അനുമതി ചോദിച്ചു. അവർ പറഞ്ഞത്, ഞങ്ങൾക്കൊരവസരം എന്താ, ഞങ്ങളത് വെളിപ്പെടുത്താം. ചന്ദ്രക്കും മേശക്കും അബേദ്നെഗോവും ദാനിയേലും ഒക്കെ പോയിരുന്നു, പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. അവർക്ക് ആ രാത്രിയിൽ വെളിപ്പെടുത്തി കൊടുത്തു. അടുത്ത ദിവസം ഹല്ലേലൂയ അവർ ചെന്ന് പറയും, നെബൂഖദ്നേസരേ, ആമേൻ, നീ കണ്ട സ്വപ്നം എന്തെന്ന് ഞാൻ പറയാം, അതിൻ്റെ അർത്ഥം എന്തെന്ന് പറയാം, വ്യാഖ്യാനിക്കാം. ആമേൻ, ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. സ്വപ്നവും അർത്ഥവും പറഞ്ഞ് വ്യാഖ്യാനിക്കുവാൻ അതിന് തൻ്റെ ഭക്തന്മാരെ വെളിപ്പെടുത്തിയ ഒരു നല്ല ദൈവമുണ്ടെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിനക്ക് വേണ്ടി ചിലതൊക്കെ വെളിപ്പെടുത്താൻ ശക്തനായ കർത്താവ്. നിരാശരായിരിക്കട്ടെ കേട്ടോ, മറുപടി ലഭില്ലെന്ന് വിചാരിക്കേണ്ട. ഇന്ന് ആമേൻ, സന്ധ്യയുടെ യാമത്തിൽ ഒരു സഹോദരി വിളിച്ച് വളരെ വേദനയോട്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, തലകറങ്ങുന്നു ദൈവദാസനെ, എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ. ആമേൻ, ഹല്ലേലൂയ. മസ്കറ്റിൽ നിന്ന് വിളി വന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സമയം തന്നെ പ്രാർത്ഥിച്ചു. ആമേൻ, ഞാനെൻ്റെ വഴിയാത്രയിലാണ്.
ആ ബെല്ല് പല പ്രാവശ്യം അടിക്കുന്നത് കേട്ടിട്ട് പ്രാർത്ഥിച്ചു. അത്ഭുതത്തിൻ്റെ ഒരു വിടുതൽ എൻ്റെ കർത്താവ് കൊടുക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ പ്രിയ കുഞ്ഞുമോള്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആ പിച്ചുവിൻ്റെ കുഞ്ഞുമോൾക്ക് വേണ്ടി നന്ദി കരയറ്റുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞത് സ്ഥല കാല ഭേദമൊന്നും കർത്താവിന് വിഷയമല്ല. യാത്രയിലായിരുന്നാലും വിശ്വസിച്ചുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ ദൈവം മറുപടി തരും. ഇവിടെ ദാവീദ് പറയുന്നത്, അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. നിൻ്റെ അപേക്ഷ കേൾക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി. ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആര് എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അവർക്കൊക്കെ മറുപടി ദൈവത്തിൻ്റെ പക്കലുണ്ട്. ആരെവിടെ നിന്ന് വിളിച്ചാലും അവൻ അവിടെ ഇറങ്ങി ചെല്ലുന്നവനാ. ആമേൻ, ഹല്ലേലൂയ. അവിടെ പറഞ്ഞിട്ട് അപേക്ഷ കേട്ടു, തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ സന്നിധിയിലെത്തി. അപേക്ഷ കേൾക്കുക മാത്രമല്ല, ആമേൻ, നീ ഒരു പ്രാർത്ഥനയൊന്ന് കഴിക്കുക. കർത്താവേ, ഹല്ലേലൂയ, ഞാൻ വിശ്വസ്തയോടെ നിൻ്റെ സന്നിധിയിൽ നിന്നത് വെറുതെയായി തീരരുതേ എന്നുകൂടെ ഒന്ന് ചേർത്ത് അതിനോട് പറ. നിശ്ചയമായിട്ടും നീ വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് നിനക്ക് വേണ്ടി മറുപടി തരുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. ഒരിക്കലും 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 നമ്മെ തള്ളിക്കളയാതെ, ഒരിക്കലും നമ്മെ കൈവിടാതെ, ഒരിക്കലും നമ്മെ മാറിപ്പോകാതെ നമ്മുടെ കർത്താവ് നമുക്കുള്ള മറുപടി നൽകും. അനേകർക്ക് മുമ്പിൽ ആശ്ചര്യമാകുന്ന ഒരനുഭവത്തിൽ അത് നമുക്ക് വെളിപ്പെടുത്തുവാൻ കർത്താവ് ഇടവരുത്തുക തന്നെ ചെയ്യും. നാം ഒന്നിനെക്കുറിച്ചും നിരാശപ്പെടരുത്. ആമേൻ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അയ്യോ മറുപടി കിട്ടിയില്ലല്ലോ, ഞാൻ എന്തു ചെയ്യുമെന്ന് ഓർക്കുന്ന അവസ്ഥകളുണ്ട് പ്രിയമുള്ളവരെ. അങ്ങനെയുള്ള ഒരവസ്ഥ വരുമ്പോൾ നാം അവിടെ നിരാശപ്പെട്ട് വീണു പോകാൻ, ക്ഷീണിച്ചു പോകാൻ അല്ല നിന്നെ വിളിച്ചിറക്കിയത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് ഞാൻ ചിന്തയൊന്ന് കൊണ്ടുപോകുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുവാനിടയായി തീരുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നത്, ആമേൻ, ഹല്ലേലൂയ, യഹോവയോട് നിലവിളിക്കുന്ന നിലവിളിയുടെ ശബ്ദമാ. ആമേൻ. ഏതൊരു സന്ദർഭത്തിലും ഒരു ഭക്തൻ എവിടെ നിന്ന് വിളിച്ചിരുന്നാലും അവൻ കേൾക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നുവെന്നറിവീൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. ആമേൻ. യഹോവ ഭക്തനെ യഹോവയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുക. ആമേൻ. കാര്യം അവർ ലോകത്തിലാണ് ജീവിക്കുന്നത്. ലോകത്തിൻ്റെ മാലിന്യങ്ങളൊന്നും തൊടാതെ അവർ തങ്ങളെ തന്നെ കാത്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആമേൻ. മാലിന്യങ്ങൾ പറ്റാൻ ഒത്തിരി സാഹചര്യങ്ങളുണ്ട് ഈ കാലഘട്ടത്തിൽ. ആമേൻ. നമുക്ക് കാണാവുന്നതാണ്. ആരെ നോക്കിയാലും മൊബൈലുള്ളവരെല്ലാം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്നത്. പോക്കറ്റിലിടാൻ. ആമേൻ. സഹോദരിമാരാണ് ബാഗുണ്ട് അതിലിടാൻ. പക്ഷെ അവരാരും അത് ചെയ്യത്തില്ല. അവരെല്ലാം എൻ്റെ ഇരിക്കുന്ന മൊബൈൽ. ചിലർ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഫ്രണ്ട് പോക്കറ്റ് ഷർട്ടിൻ്റെ അങ്ങനെ പ്രദർശിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശരിയാണ്, നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ അതൊരു പ്രദർശന വസ്തുവായിട്ട് കൊണ്ടു നടക്കാനോ സമയം കിട്ടുമ്പോഴൊക്കെ അത് നോക്കിയിരിക്കുവാനോ അല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്നുള്ള വസ്തുത നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെല്ലാം ഉള്ളത് നല്ലതാണ്. ചില കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അധികമായിട്ട് വന്നാൽ അത് നമ്മുടെ ഭാവിക്ക് ദോഷം ചെയ്യാനിടയായും ഭക്തന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ, അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാനിങ്ങനെ പ്രൈസ് ദി ലോർഡ് ഒരു മീറ്റിങ്ങിൽ ഈ ഇടയ്ക്ക് കണ്ടതാണ്, ഫേസ്ബുക്കിലാണ് കണ്ടത്. ശരിയാ, ഒരു മീറ്റിങ്ങിൽ ചെന്നിരിക്കുന്ന ഒരു കൺവെൻഷനോ മറ്റെന്തോ ഒരു മീറ്റിങ്ങിലാണ് അനേക ദൈവമക്കൾ കൂടിയിരിക്കുന്ന വേദി. ആത്മീയമായ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനേകർ ഇതേപോലെ മൊബൈലിൽ അവർ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. ചില വോളണ്ടിയേഴ്സ് അവരുടെ കയ്യിൽ വേദപുസ്തകമുണ്ട്. അവരടുത്ത് ചെന്ന് ഇവർ പോലും അറിയാതെ ആ മൊബൈൽ വാങ്ങി അതിന് പകരമായിട്ട് ഇവർക്ക് വേദപുസ്തകം കൊടുക്കുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കാരണം നിൻ്റെ കയ്യിൽ മൊബൈലുണ്ട്, മൊബൈലിനകത്ത് വേദപുസ്തകമുണ്ട്. ശരിയാ, അതിനകത്തില്ലെന്നുള്ളതല്ല.
അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് രണ്ടും കൂടെ ഉപയോഗിക്കുന്നതിലും ഭേദം മൊബൈൽ മാറ്റി വെച്ചിട്ട് വേദപുസ്തകം ഉപയോഗിച്ചാൽ അതിൽ നിന്നെപ്പോഴും വിശുദ്ധിയുടെ പരിശുദ്ധിയുടെ ഒരു അനുഭവം നമുക്ക് അറിയാതെ ഉണ്ടാകും. ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിച്ചു, യഹോവയുടെ ഉച്ചത്തിൽ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദാവീദിൻ്റെ നിലവിളിയുടെ ശബ്ദമാണ് കേട്ടത്. ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു. പർവ്വതം ഉയരം കൊണ്ട് മനോഹരമാണ്. ദൈവത്തിന് സ്തോത്രം. ഉന്നതമാണ്. ആമേൻ. ദൈവം ഉന്നതനും ശാശ്വതവാസിയും ഉയർന്നിരിക്കുന്നവനുമാ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലെ, നീ എവിടെ ഇരുന്നാലും എവിടെ നിന്നാലും നിന്റെ അപേക്ഷയും നിലവിളിയും കേൾക്കുകയും നിനക്ക് വേണ്ടി ഉത്തരമരുളുകയും ചെയ്യുന്നവനാണ്. ആമേൻ. അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നവർ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാത്ത ചില വിഷയങ്ങൾ. ഹല്ലേലൂയ. ചിലർ പറയും, ഞാൻ പ്രാർത്ഥിച്ചു മടുത്തു പാസ്റ്ററേ. ഹല്ലേലൂയ. എന്താ മടുക്കുന്നേ? ഇടയ്ക്ക് ആ മടുപ്പ് തോന്നുന്നത് മടുപ്പ് കൊണ്ടുവരുന്ന സാത്താൻ്റെ പരിപാടിയാണ്. നിരാശ കൊണ്ടുവരുന്നത്, ക്ഷീണം കൊണ്ടുവരുന്നത്. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ അളവ് കുറച്ച് കളയുന്നത്. അതിൽ നിന്നൊക്കെ മാറി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ശക്തിയോടെ തീരുമാനത്തോടെ എഴുന്നേൽക്കുമോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പം ദാവീദിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും കണ്ടോ. കഷ്ടങ്ങൾ വന്നപ്പോൾ അവന് പരിചയമായി, മഹത്വമായി, തല ഉയർത്തുന്നവനായി, സഹായകനായി, രക്ഷയായി. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ നിലകളിൽ നമ്മെ പരിപാലിക്കുക തന്നെ ചെയ്യും. മറ്റൊരു സങ്കീർത്തന ഭാഗത്തേക്ക് വരുമ്പോൾ ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 43-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവിടെയും ഇതുപോലെ തന്നെ അവനൊരു നിലവിളിയുടെ ശബ്ദം നമുക്ക് കേൾക്കുവാനിടയായിത്തീരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നവരെ, ഏത് നിലവിളിയുടെ സാഹചര്യങ്ങളുമായിക്കൊള്ളട്ടെ, വേദനിക്കുന്ന അനുഭവമായിക്കൊള്ളട്ടെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ സന്ധ്യയുടെ പകല് ഞാനൊരു അപ്പച്ചനെ കാണാനിടയാ. ഒരു ഹോസ്പിറ്റലിൽ യാത്ര ചെയ്ത നല്ല വെയിലുള്ള സമയമാണ്. ആമേൻ. ഹല്ലേലൂയ. കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പിതാവ് വളരെ പ്രതീക്ഷയോടെ, അല്പം ഓർമ്മക്കുറവുണ്ടെങ്കിലും അല്പസമയം ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് താനത് ഓർത്ത് പറയാനിടയായിത്തീരും. ആമേൻ. ഹല്ലേലൂയ. എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ശരി, ഒന്നും പേടിക്കണ്ട, നല്ല ഫാറ്റാ, എഴുന്നേക്കാനും വയ്യ, ഒന്നും വയ്യ. ദൈവത്തിൻ്റെ സ്തോത്രം. കിടപ്പിലായിപ്പോയി. ഞാൻ ചോദിച്ചു, മോൻ എത്ര നാൾ വഴക്ക് പറഞ്ഞു? സ്തോത്രം. എന്തിനാ വഴക്ക് പറഞ്ഞത്? നടക്കാഞ്ഞിട്ടല്ലേ? നടക്കാൻ അവസരം ഒത്തിരി കിട്ടിയതല്ലേ? നടക്കാൻ കഴിയാതെ പറഞ്ഞിട്ട് അനുസരിക്കാൻ കഴിയാതെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ശരീരഭാഗപ്പാടങ്ങ് ചേർത്ത് ഇപ്പം നടക്കാനും ഇരിക്കാനും വയ്യാതെ കിടപ്പായി. ആമേൻ. ദൈവത്തിൻ്റെ സ്തോത്രം. തളർന്നു പോയോ പോകുമോ എന്നൊക്കെ പേടിയാണ്. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, നമ്മുടെ കർത്താവുണ്ട്. അവൻ എഴുന്നേൽപ്പിച്ച് നടത്താൻ ശക്തനാണെന്ന് പറഞ്ഞ് ബലപ്പെടുത്തി കഴിഞ്ഞ പകൽ പ്രാർത്ഥിക്കാൻ വളരെയധികം കരഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഏതെല്ലാം കഷ്ടങ്ങളോ, ഏതെല്ലാം ഭാരങ്ങളോ, ഏതെല്ലാം വേദനയോ വരട്ടെ, നാം എന്ത് ചെയ്യരുത്? നിരാശരായിത്തീരരുത്. ആമേൻ. ഹല്ലേലൂയ. ദാവീദ് പറയുക, ഓ നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്നും തിരുനിവാസത്തിലേക്ക് അവ എന്നെ എത്തിക്കുമാറാകട്ടെ. അവിടെ പറഞ്ഞത് നിന്റെ പ്രകാശവും സത്യവും. ആമേൻ. സത്യത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവനെ സത്യത്തിൽ തന്നെ നടത്തും. വെളിച്ചത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനെ വെളിച്ചമായവൻ വെളിച്ചത്തിൽ തന്നെ നടത്തും. ആമേൻ. ഇവിടെ ദാവീദ് പറയാം, നിന്റെ പ്രകാശവും സത്യവും. ഇന്ന് രാത്രികാലം പ്രകാശം വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ, ദൈവത്തിന് സ്തോത്രം.
അവനത് നൽകിത്തരാൻ ശക്തനാ. ഹല്ലേലൂയ. സത്യത്തിൽ ജീവിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ഇന്ന് അതിനുവേണ്ടി ഞാൻ എത്ര കഷ്ടം അനുഭവിക്കേണ്ടി വന്നിരുന്നാലും അത് തന്നെ ഞാൻ ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ പ്രാർത്ഥന മുഖാന്തരം പ്രഗ്നൻ്റായ ഒരു സഹോദരിയുടെ പ്രസവത്തിന് അയക്കുന്ന ദിവസമാണ്. അപ്പോൾ അവരുടെ ചർച്ചിലെ അച്ഛനും മറ്റുമൊക്കെ വരുന്നവരാ. എങ്കിലും ആര് വന്നിരുന്നാലും പാസ്റ്റർ വരണം. എന്നെ അച്ചായനെ വിളി, അച്ചായൻ വരണം, അച്ചായൻ വന്ന് വേണം എന്നെ പ്രാർത്ഥിച്ചയക്കാൻ എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. മറ്റു പലരും പ്രാർത്ഥിച്ചിട്ട് കിട്ടാഞ്ഞൊരു മറുപടി കിട്ടിയത് കൊണ്ടാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ അതിവേഗം ബൈബിൾ കോളേജിൽ ചെന്നു. ഞാൻ ചെന്നതിൽ 6 മിനിറ്റ് താമസിച്ചു പോയി. 10 കഴിഞ്ഞ് 6 മിനിറ്റ് ആയപ്പോൾ അവിടെ ചെന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അതിന് ഞങ്ങളുടെ പ്രധാന അധ്യാപകൻ എന്നെ വളരെ ശകാരിച്ചു. ദൈവത്തിൻ്റെ ദാസന്മാർക്ക് കൃത്യനിഷ്ഠ വേണം, സമയം വളരെ കൃത്യമായി ഉപയോഗിക്കണം, നിങ്ങൾ കാണിച്ചത് അങ്ങനെയായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് എന്നെ വളരെ ശകാരിച്ചു. ഞാൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അത് കേട്ടു. ഹല്ലേലൂയ. ഞാൻ ഒന്നും പറയില്ല. ഞാൻ പറഞ്ഞിരുന്നതുപോലെ ഒരു സഹോദരി അവരുടെ കഷ്ടങ്ങളുടെ നടുവിൽ തലമുറയില്ലാതെ 10 വർഷത്തോളം ഭാരപ്പെട്ടിട്ട് എന്നെ വിളിച്ച്, മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. ഒരു തലമുറ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെ പ്രസവത്തിന് അയക്കുവാൻ അവർ സമയമായപ്പോൾ എൻ്റെ കൂടെ ക്ഷണിച്ചു. ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചിട്ടല്ലാതെ പോകത്തില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ പോയതാ. ദൈവത്തിൻ്റെ സ്തോത്രം. അല്ലാതെ ഞാൻ മനഃപൂർവ്വം താമസിച്ചതല്ല. ഇതുവരെ ഞാൻ അങ്ങനെ 1 മിനിറ്റ് പോലും വൈകിട്ടില്ല എന്ന് സാറിന് അറിയാമല്ലോ എന്നൊക്കെ പറയാനിടയായി തോന്നും. എങ്കിലും ഞാൻ അതൊന്നും വകവച്ചില്ല. ആ ക്ലാസ് തീരുന്നിടം വരെ ഞാൻ ആ വെളിയിൽ നിൽക്കേണ്ടി വന്നു. എനിക്ക് വളരെ സന്തോഷത്തോടെ ഞാനതങ്ങ് ഏറ്റെടുത്തു. എന്നാൽ മറ്റൊരവസരത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അന്നേരം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, സ്തോത്രം, അത് സാർ അങ്ങനെ ചെയ്തത് വളരെ നന്നായി, മറ്റൊരാൾക്കും ഇതേപോലെ അതുകൊണ്ട് ഒരനുഭവം വരാതെ അവർ വളരെ ശ്രദ്ധിക്കും എന്ന് പറയാനിടയായി. കാരണം ഞാൻ ഒരു ക്ലാസ്സിലും വൈകി ചെന്നിട്ടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം അതാണ്. സ്തോത്രം. നാം ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ സത്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിലനിൽപ്പിന് വേണ്ടി ഒരു പക്ഷേ ഒരു കള്ളം പറഞ്ഞാൽ, പല കള്ളങ്ങൾ പറഞ്ഞിട്ട് വേണം അവിടെ ഒന്ന് ജയിക്കാൻ. അതിലും ഭേദം സത്യം പറഞ്ഞ് അല്പവേദന സഹിക്കേണ്ടി വന്നിരുന്നാലും പ്രിയമുള്ളവരെ, അത് നമ്മുടെ മനസ്സിന് ഏറ്റവും നല്ല സുഖത്തിൻ്റെ ഒരനുഭവം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. നിന്റെ പ്രകാശവും സത്യവും ഐശ്വര്യണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ പരിശുദ്ധ പർവ്വതത്തിലേക്ക്, തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും എത്തിക്കുവാൻ ദൈവത്തിൻ്റെ പ്രകാശവും സത്യവും ഉണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും അതിൽ നമുക്ക് നിൽക്കാം, നടക്കാം, നമുക്കതിൽ വസിക്കാം. നാം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സുസ്ഥിരമായ ഒരു അനുഭവത്തിൽ നിൽക്കാനിടയായിത്തീരും. 2-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. യഹോവയുടെ വാക്കായത്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ പർവ്വതമായ സിയോനിൽ. നമ്മുടെ 2-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ശത്രുവായ പിശാചിൻ്റെ തന്ത്രങ്ങൾ ഭക്തനെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് അവൻ യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളകാം. ദൈവത്തിൻ്റെ ഭക്തരെ, നമുക്കൊരു സംരക്ഷണമുണ്ട്, നമുക്കൊരു കരുതലുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ ശത്രുവായവൻ ശ്രമിക്കും. പക്ഷേ സ്വർഗത്തിൽ വസിക്കുന്ന ഹല്ലേലൂയ കർത്താവ് ചിരിക്കുക, അവൻ്റെ ദൂതന്മാർ ചിരിക്കുക ചെയ്യുന്നത്. കർത്താവ് അവരെ പരിഹസിക്കുന്നു. സാധ്യമല്ല. ആമേൻ. ഹല്ലേലൂയ. നമ്മെ തൊടാൻ ഒരു ശക്തിക്കും ദൈവം അനുവദിക്കുന്നവനല്ല. അവൻ നമ്മുടെ പരിപാലകനാണ്. അത് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.
എന്നിട്ട് പറയുന്നു, തൻ്റെ ഭക്തന് വേണ്ടി എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. രാജാവ് നമുക്കുണ്ട്. അവൻ നമ്മെ നീതിയോടെ നടത്തും. അവൻ നമ്മെ ശത്രുവിൻ്റെ പക്ഷത്തു നിന്ന് വിട്ടുവയ്ക്കും. അവൻ നമ്മെ ശക്തിയോടെ പരിപാലിക്കും. അവൻ്റെ വലിയ പരിപാലനം നമ്മുടെ ജീവിതത്തിലുണ്ടായി നമുക്കവനിൽ നിലനിൽക്കുവാൻ ഇടവരട്ടെ. അതിനായി കർത്താവ് ഒരുക്കട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു ചെറു സന്ദേശം അയക്കുവാൻ കർത്താവ് കൃപ ചെയ്തതുകൊണ്ട് എന്നെ കാണാൻ കാണിക്കുവാൻ, എന്നെ ഇത് സ്വീകരിക്കാൻ മനസ്സ് തോന്നിയ പോൾസൺ ചെറിയാനും, അതേപോലെ തന്നെ ദൈവത്തിന് സ്തോത്രം, ബിജു കരുവേൽക്കുന്നതിൽ ഉള്ളതായ ഹല്ലേലൂയ സ്തോത്രം. പ്രിയമുള്ളവർക്കും നന്ദി കരയറ്റുന്നു. മറ്റാരൊക്കെയോ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഞാൻ ആദ്യമായി ഇൻവിറ്റേഷനൊക്കെ ഇട്ടതാണ്. അതെല്ലാം കറണ്ട് വന്ന് പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അതെല്ലാം പോയി നഷ്ടമായി. പിന്നെ അതിനുവേണ്ടി സമയങ്ങളെ കണ്ടെത്തുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടില്ല. ഇന്ന് രാത്രികാലം ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കഷ്ടമോ വേദനയോ ഭാരമോ നിമിത്തം ഏതെങ്കിലും ജീവിതങ്ങൾ ഉഴലുന്നെങ്കിൽ ഇന്ന് അവർക്ക് വേണ്ടി മറുപടി നൽകി മാനിക്കുവാൻ എൻ്റെ കർത്താവ് ശക്തനാണല്ലോ. നീ മറുപടിയുടെ ദൈവമാണ്. നിന്റെ ഭക്തന്മാർ ഒരു കാരണവശാലും ഉഴലുവാൻ അനുവദിക്കാത്ത പൊന്നു ദൈവമാണ്. അവരുടെ നിലവിളിയെ കേൾക്കുന്നവനാണ്. അവരുടെ സങ്കടയാതകളെ കൈക്കൊള്ളുന്നവനാണ്. കർത്താവേ, കൃപ ചെയ്യണമേ, മനസ്സിലിടണമേ, കരുതണമേ, കാക്കണമേ, ശക്തീകരിക്കണമേ, കൂടിരിക്കണം, പരിപാലിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.